അങ്ങനെ സീതാന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാനരന്മാർ എല്ലാ സ്ഥലവും നോക്കി. അങ്ങനെ നോക്കിയിരിക്കെ അവിടെ അടുത്തുള്ള ഒരു പർവ്വതത്തിൽ ഒരു ഗുഹയിൽ സമ്പാതി എന്നു പേരായ ഒരു വലിയ കഴുകൻ ജീവിച്ചിരുന്നു. യുദ്ധത്തിലുണ്ടായിരുന്ന വീര്യത്തിനും ഇപ്പോഴത്തെ വാർദ്ധക്യത്തിനും അദ്ദേഹത്തിന് പേര് പ്രസിദ്ധമായിരുന്നു. ജടായുവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു അദ്ദേഹം. ഗുഹയിൽ നിന്ന് നോക്കിയപ്പോൾ മണ്ണിൽ തട്ടി നിരവധി കുരങ്ങന്മാർ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം ഗുഹയിൽ നിന്ന് പുറത്തു കടന്ന് കുരങ്ങന്മാരുടെ അടുത്തെത്തി. അദ്ദേഹം തന്നെത്താൻ വിചാരിച്ചു, ഭക്ഷണം അന്വേഷിച്ച് ഞാൻ കഠിനക്ലേശം ചെയ്യുന്നതിന് പകരം ഭക്ഷണം എന്നെ അന്വേഷിച്ച് എനിക്കൊരു ക്ലേശവുമില്ലാതെ എൻ്റെ അടുത്തേൽ എത്തിയിരിക്കുന്നു. ഒട്ടും ബുദ്ധിമുട്ട് കൂടാതെ എനിക്കെത്തിപ്പിടിക്കാവുന്ന ഭാഗത്തെ. ആത്മകഥം ചെയ്യണമെന്ന ധാരണയായിരുന്നു സമ്പാദിക്ക്. പക്ഷേ പ്രായാധിക്യം കാരണം തൻ്റെ ശബ്ദം അല്പം ഉയർന്നു പൊന്തി. അങ്കദൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടു. അദ്ദേഹം കഠിനമായി ദുഃഖിച്ചു. അദ്ദേഹം ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞു, നോക്കൂ, കഴുകന്റെ രൂപത്തിൽ വന്ന യമൻ തന്നെ ഇദ്ദേഹം. നമ്മുടെ അന്വേഷണമാണെങ്കിൽ വിഫലമായി. നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ കളഞ്ഞു. എന്നിട്ടിപ്പോൾ ഇതാ പുതിയൊരാപത്ത് കുരങ്ങന്മാരായ നമ്മെ ഭീതിപ്പെടുത്തുന്നു. എല്ലാ മൃഗങ്ങളും പക്ഷികളും രാമനെ സ്നേഹിച്ചിരുന്നു. ഉദാഹരണത്തിന് ജടായുവിനെ എടുക്കൂ. ഈ കഴുകനെ കാണുമ്പോൾ ജടായു എന്ന മറ്റൊരു കഴുകനെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അങ്കദൻ ഇടവിട്ടാണ് സംസാരിച്ചിരുന്നത്. ആ കഴുകൻ അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടുമായിരുന്നു. കാര്യം മുഴുവനും കഴുകന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. രാമൻ എന്നൊരാളുടെ വിസ്തൃതമായ കഥയ്ക്കിടയിൽ അനവധി പേരുകൾ തൊട്ടും തൊടാതെയും കേട്ട് അദ്ദേഹം വിസമ്മതനായി നിന്നു. അതിൻ്റെ ഇടയ്ക്ക് ജടായു എന്ന പേര് പലതവണ കേട്ടു. അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചു. ജടായുവിനെ പറ്റി അറിയണമെന്നായി. ശക്തമായൊരു സ്വരത്തിൽ സമ്പാദി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ജടായുവിനെ പറ്റി പറയുന്നത് ആരാണെന്ന് എനിക്കറിയണം. ഞാൻ കേട്ടത് ശരിയാണോ? ജടായു മരിച്ചു എന്ന് കേട്ടു. എൻ്റെ മനസ്സ് പതറുന്നു. ജടായു എൻ്റെ അനിച്ചനാണ്. കുരങ്ങന്മാർക്ക് ആദ്യം കുറച്ച് സംശയമൊക്കെ ഉണ്ടായി. കഴുകനെ വിശ്വസിക്കുവാൻ അവർക്ക് മനസ്സൊന്നില്ല. പക്ഷെ ശ്രേഷ്ഠ മനസ്സായ അങ്കദൻ സമ്പാദിയുടെ അടുക്കേക്ക് ചെന്നു. അദ്ദേഹവുമായി സംസാരിച്ചു. തൻ്റെ അച്ഛനെപ്പറ്റിയും ചെറിയച്ഛനെപ്പറ്റിയും അങ്കദൻ അദ്ദേഹത്തോട് പറഞ്ഞു. രാമൻ്റെ പ്രവാസത്തെപ്പറ്റിയും അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വാനരന്മാരെ, ഈ കഥ കേട്ട് ഞാൻ അതീവ ദുഃഖിതനായി തീർന്നു. ഞാൻ വീണ്ടും പറയട്ടെ, രാവണനാൽ കൊല്ലപ്പെട്ട ആ പക്ഷി ജടായു എൻ്റെ കനിഷ്ഠ സഹോദരനാണ്. എൻ്റെ സഹോദരൻ്റെ മരണത്തിന് പകരം വീട്ടുവാൻ രാവണൻ ഇരിക്കുന്നിടത്തേക്ക് ഞാൻ ഉദ്വേഗപൂർവ്വം പറഞ്ഞെത്തുമായിരുന്നു. പക്ഷേ എൻ്റെ വാർദ്ധക്യത്തിലും എനിക്ക് ചിറകുകൾ നഷ്ടപ്പെട്ടതിനാലും ഞാൻ നിസ്സഹായനാണ്. അവന് വേണ്ടി ഒന്നും ചെയ്യുവാനാവാതെ നിസ്സഹായനായി ഞാൻ മൗനമായി കരയുന്നത് അതുകൊണ്ടാണ്. സമ്പാദി ദുഃഖത്താൽ വിങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. ജിജ്ഞാസമൂത്ത വാനരന്മാരെല്ലാം അദ്ദേഹത്തിന് ചുറ്റും വന്നു നിൽപ്പായി. അവരുടെ ആകാംക്ഷ നിറഞ്ഞ മുഖം കണ്ട് അങ്കദനെയും ഹനുമാനെയും നോക്കി സമ്പാദി തൻ്റെ ജീവിതകഥ പറയുവാൻ തുടങ്ങി. വളരെ പണ്ട് അദ്ദേഹം തുടങ്ങി. പണ്ടുകാലത്ത് ശക്തനായ വൃതൻ ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ചെറുപ്പമായിരുന്നു. എല്ലാത്തിലും ഞങ്ങൾ തമ്മിൽ പന്തയം വെച്ചിരുന്നു. പ്രകാശത്തിൽ മുങ്ങിയ സൂര്യൻ്റെ നേരെ ആർക്കാണ് കൂടുതൽ വേഗം പറക്കാൻ കഴിയുക എന്ന് തിട്ടപ്പെടുത്തുക എന്നത് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ ആകാശത്തിൽ അതിവേഗം പറന്നു. ഉയരങ്ങളിലേക്ക് ഞങ്ങൾ പറന്നെത്തി. സൂര്യൻ ഉച്ചസ്ഥാനത്തെത്തിയതോടെ എൻ്റെ അനുജൻ ജടായുവിന് ക്ഷീണം തട്ടി. ക്ഷീണം കൊണ്ട് അയാൾക്ക് ബോധം കിട്ടു. അയാളുടെ മൃദുശരീരത്തിന് സൂര്യതാപം തടഞ്ഞു നിൽക്കുവാനാവില്ലായിരുന്നു. ഞാൻ അയാളുടെ സഹായത്തിന് പാഞ്ഞെത്തി. എൻ്റെ ചിറകുകൾ കൊണ്ട് ഞാൻ അയാളെ മൂടി. ഞങ്ങൾ താഴോട്ടിറങ്ങി. അതിനകം എൻ്റെ ചിറകുകൾ വെന്തുപോയിരുന്നു. വിന്ധ്യശിഖരത്തിൻ്റെ ഈ ഭാഗത്ത് ഞാൻ വന്നു വീണു. എനിക്കനങ്ങാനായില്ല. എൻ്റെ അനുജന് പിന്നീട് എന്തു പറ്റിയെന്ന് എനിക്കറിയത്തുമില്ല. അദ്ദേഹത്തിൻ്റെ അണകെട്ടി നിർത്തിയ ദുഃഖം വീണ്ടും പൊട്ടിപ്പുറമുണ്ട്. അത് കണ്ട് അങ്കദൻ പറഞ്ഞു, വന്നിനായുള്ളവേ, അങ്ങ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ രാവണൻ താമസിക്കുന്നത് എവിടെയാണെന്ന് അങ്ങേക്ക് അറിയാമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങ് പറഞ്ഞു തരാമോ? സമ്പാദി പറഞ്ഞു. ചിറകുകളില്ലാത്ത വൃദ്ധനായ ഒരു കഴുകനാണ് ഞാൻ. എന്നാലും എൻ്റെ വാക്കുകൊണ്ട് എനിക്ക് രാമനെ സഹായിക്കാൻ കഴിയും. എൻ്റെ ജീവിതകാലത്ത് ഞാൻ പല മലാഹ സംഭവങ്ങളും കണ്ടിട്ടുണ്ട്. എല്ലാ സമുദ്രങ്ങളും കണ്ടിട്ടുണ്ട്. 3 ലോകങ്ങളും പുണ്യപാദങ്ങളാൽ അളന്ന സാക്ഷാൽ വാമനാവതാരവും കണ്ടിട്ടുണ്ട്. അമൃതം ലഭിക്കുവാൻ വേണ്ടി പാൽ കുടയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിതാ രാമനെ സഹായിക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിതാ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നുന്നു. അത്ഭുതത്തോടു കൂടിയുള്ള ഒരു ശബ്ദം ചുറ്റും നിന്നും വാനരന്മാരിൽ നിന്നും അറിയാതെ പുറപ്പെട്ടു. ഓരോരുത്തരുടെയും ദൃഷ്ടികളിൽ ആശയകിരണങ്ങൾ ദൃശ്യമായി. സമ്പാദി തുടർന്നു. കുബേരന്റെ സഹോദരനും വിശ്വസവസിന്റെ പുത്രനുമായ രാവണൻ ലങ്ക എന്ന നഗരം ഭരിക്കുന്നു. അതിവിടെ നിന്നും 100 യോജന അകലെയാണ്. അതൊരു ദ്വീപാണ്.
അതിൻ്റെ എല്ലാ ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ആ നഗരം രാവണന് വേണ്ടി വിശ്വകർമാവ് പണിതതാണ്. അത് അതിസുന്ദരമായ ഒരു നഗരമാണ്. അവിടെ ആ നഗരത്തിൽ രാവണന്റെ അന്തഃപുരത്തിൽ സീതയെ ഒരു തടവുകാരിയായി വെച്ചിരിക്കുകയാണ്. അവളുടെ ഹൃദയം ദുഃഖപൂർണ്ണമാണ്. രാക്ഷസികൾ അവളെ വളഞ്ഞിട്ടുണ്ട്. അതാ എനിക്കവളെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ സമുദ്രത്തിന്റെ തെക്കേക്കരയിലാണ് ലങ്ക സ്ഥിതി ചെയ്യുന്നത്. 100 യോജന കടക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ലങ്കാ നഗരത്തിൽ എത്തിച്ചേരാം. രാവണൻ ഇപ്പോൾ അവിടെയുണ്ട്. സീത ലങ്കയിൽ അദ്ദേഹത്തിന് തടവുകാരിയുമാണ്. കഴിയുന്നത്ര വേഗം നിങ്ങൾ പരിശ്രമം തുടങ്ങണമെന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. ഞാൻ ജന്മന ഒരു കഴുകനാണ്. ഗരുഡനോട് എനിക്ക് ബന്ധമുണ്ട്. എന്നെപ്പോലുള്ള കഴുകന്മാരുടെ കാഴ്ചശക്തി വളരെ തീക്ഷ്ണമാണ്. ക്രൂരനായ രാവണനെയും വിനീതയായ സീതയെയും എനിക്ക് അവിടെ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 100 യോജന അകലം പരിശോധിക്കുവാനുള്ള കഴിവ് ഞങ്ങളുടെ ദൃഷ്ടികൾക്കുണ്ട്. കണ്ണുകളുടെ സൂക്ഷ്മത കൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം തേടി പിടിക്കുന്നത്. എത്രയോ ദൂരത്തു നിന്ന് തന്നെ ഞങ്ങൾക്ക് ഇരകളെ കണ്ടെത്താൻ കഴിയും. ഇനി നിങ്ങൾ സമുദ്രം കടക്കുവാനുള്ള വഴികൾ ആലോചിക്കും. സീതാന്വേഷണത്തിൽ നിങ്ങൾ വിജയിക്കുമെന്ന് ഞാനിത് ഉറപ്പു പറയുന്നു. സമുദ്രജലത്തിനടുത്തേക്ക് എത്തുന്നതിനെ കൊണ്ടുപോകൂ. എൻ്റെ മരിച്ചുപോയ അനുജന് വേണ്ടി ഞാൻ തർപ്പണം ചെയ്യും. സമ്പാദ്യ തുടർന്നു. രാവണനെ എനിക്കറിയാം. അദ്ദേഹം എന്നെ കടന്ന് ആകാശത്തിലേക്ക് പറക്കുന്നത് ഞാൻ കണ്ടതാണ്. അദ്ദേഹം ആരായിരുന്നു എന്ന് അറിയുവാൻ എനിക്ക് ഔത്സൗഖ്യമുണ്ടായിരുന്നു. അദ്ദേഹം അപഹരിച്ചുകൊണ്ട് പോവുകയാണെന്നും വ്യക്തമായ ആ സ്ത്രീ ഏതാണെന്നും അറിയുവാൻ എനിക്ക് ആഗ്രഹം തോന്നി. പിന്നീട് എന്നോട് പറഞ്ഞത് ആ സ്ത്രീയെ പറ്റിയാണ്. സ്ത്രീയുടെ മുടി അഴിഞ്ഞു കിടന്നിരുന്നു. നൈരാശ്യത്തോടെ അവൾ രാമ, ലക്ഷ്മണ എന്നീ പേരുകൾ നിരന്തരം വിളിച്ചിരുന്നു. അവൾ രാമന്റെ ഭാര്യയാണെന്നും ജനകന്റെ പുത്രിയാണെന്നും എനിക്ക് മനസ്സിലായി. അവളുടെ വിലാപങ്ങളിൽ നിന്ന് രാവണൻ അവളെ അവളുടെ സ്ഥാനം അറിയാതെ തട്ടിക്കൊണ്ടു പോവുകയാണെന്നും എനിക്ക് മനസ്സിലായി. എൻ്റെ പുത്രനായ സുഭാഷനാൽ വിവരിക്കപ്പെട്ട കഥ ഇതാണ്. നിശ്ചയമായും സീതാദേവി ആ ലങ്കയിലുണ്ട്. ഇനി നിങ്ങൾ ആ ലങ്കയിലേക്ക് പുറപ്പെട്ടുകൊള്ളൂ. എൻ്റെ എല്ലാ ആശീർവാദവും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ സീതാന്വേഷണത്തിൽ വിജയം പ്രാപിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് സമ്പാദ്യ അവിടെ നിന്ന് അപ്രതീക്ഷിതമായി. പറന്നു പറന്ന് അവർക്ക് അദൃശ്യനാകുകയും ചെയ്തു. അത്ഭുത ശബ്ദരായ അവർ അന്യോന്യം നോക്കി നിന്നു. ഇനിയാണ് ഒരു വലിയ ചോദ്യം. സമുദ്രം എങ്ങനെ കടക്കും? തുടരും.